This alien-like metal may one day power your electronics. ഈ ഒരു പോസ്റ്റ് നീ കണ്ടിരുന്നോ? ഞാൻ കണ്ടിരുന്നു. ഇതിനെക്കുറിച്ച് പറയുന്നതിന്റെ മുമ്പേ ആദ്യം ബാറ്ററി ടെക്നോളജിയെ കുറിച്ച് പറയണം. ഹൗ ഫാർ വി ഹാവ് കം ഇൻ ബാറ്ററി ടെക്നോളജി എന്നുള്ള ഒരു ജനറൽ ഐഡിയ ഇല്ലാണ്ട് നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ഇൻവെൻഷന്റെ സിഗ്നിഫിക്കൻസ് അത്രയും ഉണ്ട് നമ്മളുടെ ഇപ്പോഴത്തെ ഡേ ആൻഡ് ഏജിൽ. So, can we just jump back to time? If you want a brief history, here is what I will give you. 1748 ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പെയാണ് ബാറ്ററി എന്നുള്ള പദപ്രയോഗം തന്നെ നടത്തുന്നത് ബൈ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അറൌണ്ട് ദ സെയിം ടൈം ആണ് ഈ ബാഗ്ദാദ് ബാറ്ററി എന്ന് പറഞ്ഞിട്ട് there is a possibility that the battery was invented twice. 1800s ബാറ്ററി അലസാൻഡ്രോ വോൾട്ട എന്ന് പറയുന്ന ആള് ഫസ്റ്റ് ഇലക്ട്രോ കെമിക്കൽ സെൽ ഉണ്ടാക്കുന്നത്. ആ ഇലക്ട്രോ കെമിക്കൽ സെൽ ഉണ്ടാക്കിയതിന്റെ ശേഷം 1859 റീചാർജബിൾ ബാറ്ററി വരുന്നത്. ദാറ്റ് വാസ് എ റെവല്യൂഷൻ. ഇതിപ്പോഴും നമ്മൾ പറയുന്ന 1859 കാര്യമാണ് കേട്ടോ. അതിന്റെ ശേഷം 1899 നിക്കൽ കാഡ്മിയം നൈക്കാഡ് ബാറ്ററീസ്. നൈക്കാഡ് ബാറ്ററീസിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലേണിംഗ് കർവ് ഉണ്ട്. നമ്മളുടെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഹാബിറ്റ്സ് ബാറ്ററി പഠിക്കും. അത് വെച്ച് ബാറ്ററിയുടെ ലൈഫ് സ്പാൻ വ്യത്യാസം വരാനും സാധ്യതയുണ്ട്. അതുപോലെ നിക്കൽ അയൺ ബാറ്ററി 1901 കണ്ടുപിടിച്ചു. പിന്നെ റെഗുലേറ്റഡ് ലെഡ് ആസിഡ് ബാറ്ററീസ് വന്നത് 1970 അപ്പോഴും നോക്കണേ, ഈ ലെഡ് ആസിഡ് ബാറ്ററി എപ്പോൾ ഉണ്ടായതാ? 1859 ഉണ്ടായ അതേ സാധനമാണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മീൻസ് ആ ബേസിക് ടെക്നോളജിയിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. അങ്ങനെ 1910 12 കണ്ടുപിടിച്ച ഈ ചാർട്ടിൽ ഇല്ലാത്ത സാധനമാണ് ഫസ്റ്റ് ലിഥിയം അയോൺ ബാറ്ററി. പക്ഷെ 1920 കണ്ടുപിടിച്ചിട്ട് 1990 ഏകദേശം 70 വർഷത്തിന്റെ ശേഷമാണ് ഈ ലിഥിയം അയോൺ ബാറ്ററീസ് കമേഴ്ഷ്യലി അവൈലബിൾ ആയി തുടങ്ങിയത്. ഓക്കെ, അങ്ങനെ അവൈലബിൾ ആയി തുടങ്ങിയ അതേ ലിഥിയം അയോൺ ബാറ്ററിയാണ് നമ്മൾ ഇപ്പോഴും അതേ ടെക്നോളജിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൽ മേജർ ഇതൊന്നും വന്നിട്ടില്ല. 1999 കമേഴ്ഷ്യലൈസേഷൻ ഓഫ് ലിഥിയം അയൺ പോളിമർ സെൽസ് ആണ്. ലിഥിയം അയൺ ബാറ്ററിയിൽ വന്നിട്ടുള്ള വളരെ ചെറിയ ഇംപ്രൂവ്മെന്റ് ആണ് ലിഥിയം അയൺ പോളിമർ. ദ ടെക്നോളജി ഈസ് സെയിം, ദ മെത്തേഡ് ഈസ് സെയിം, ദ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് ഇസ് ദ സെയിം. അതുപോലെ തന്നെ നാനോ ഫോസ്ഫേറ്റ് ലിഥിയം അയൺ കമേഴ്ഷ്യലൈസ്ഡ് സെൽസ് വന്നു. അത് 2001. അതിന്റെ ശേഷം 2010 സിലിക്കൺ നാനോ വയർ ടെസ്റ്റ് ചെയ്തു. കമേഴ്ഷ്യലൈസേഷൻ എക്സ്പെക്റ്റഡ് ഇൻ 2012 എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ചാർട്ടിൽ കാണിക്കുന്നത്. ബട്ട് നമ്മളിപ്പോൾ 2021 നിൽക്കുന്നു. ആൻഡ് ടൈം ക്ലിയർലി ടെൽസ് ദാറ്റ് ദ കമേഴ്ഷ്യലൈസേഷൻ വാസ് എൻ അട്ടർ ഫെയിലിയർ. അതിന്റെ ശേഷം സോളിഡ് സ്റ്റേറ്റ് എല്ലാം ലിഥിയം ബേസ്ഡ് ആയിട്ടുള്ള സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസ് കണ്ടുപിടിച്ചു. അങ്ങനെയുള്ള പല സാധനങ്ങളും കണ്ടുപിടിച്ചു. ഈ പറഞ്ഞ ഒരു ടെക്നോളജിക്കും സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിട്ടില്ല. ഇപ്പോ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ ബാറ്ററികളിൽ നിന്നും വ്യത്യാസമായിട്ട് ഇത്ര വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇംപ്രൂവ്മെന്റ് വരുന്നത്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ് ഇംപ്രൂവ്മെന്റ്? നമ്മൾ ആ ഇതിന്റെ വീഡിയോ ഫോട്ടോ ഒക്കെ കണ്ടാണ്ടല്ലോ ഞെട്ടിപ്പോയി ശരിക്കും. കാരണം എന്താ പറയാ, ഒരു ഏലിയൻ മെറ്റൽ പോലെയൊക്കെ തോന്നും. ബിസ്മത്ത് എന്ന് പറയും. എന്താണ് ഈ ബിസ്മത്ത് എന്ന് ചോദിച്ചാല്, എന്താ നമ്മുടെ ആ ഗ്യാസിന് കുടിക്കുന്ന ഒരു പിങ്ക് കളർ സാധനം, എന്താ പേര്? ജെലൂസിൽ. അതല്ലേ ഉദ്ദേശിച്ചത്? ജലൂസിൽ ലിക്വിഡിന്റെ പേര് ജലൂസിൽ എന്നാണോ? ടോണിക് അല്ലെങ്കിൽ ആ ഒരു സിറപ്പിന്റെ പേര് ജലൂൽ. ഓക്കെ, എന്തായാലും ആ കുടിക്കുന്നത് ബിസ്മത്ത് എന്ന് പറയുന്ന ഒരു ഹെവി മെറ്റൽ ഫ്ലൂയിഡാണ്. ഈ ബിസ്മത്തിന് ഒരുപാട് കമേഴ്ഷ്യൽ അപ്ലിക്കേഷൻസ് ഒന്നും ഇപ്പൊ ഇല്ല. ഫാർമസ്യൂട്ടിക്കലും ആൻഡ് ഓർണമെന്റൽ മേഖലയിലാണ് ഇപ്പൊ നമ്മൾക്ക് ആകെ അതിനൊരു യൂസ് ഉള്ളത്. ഇത് ഒരുപാട് അബൻഡൻസിൽ കിട്ടുന്ന മെറ്റലാണ് എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ഈ പറഞ്ഞ പോലെ സിലിക്കണോ ലിഥിയമോ ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥലത്ത് അതിന്റെ വളരെ 1/100th ക്വാണ്ടിറ്റി ബിസ്മത്ത് ഉപയോഗിച്ച് അതേ പെർഫോമൻസ് കൊണ്ടുവരാൻ പറ്റുന്നതാണ് പറയുന്നത്. ഈ റീസെന്റ് ആയിട്ട് ഇതിൽ വന്നിട്ടുള്ള ഡെവലപ്മെന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഇൻഡോറിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്? പവർ സ്റ്റോറേജിന് വേണ്ടി മാത്രമല്ല, സോളാർ പവർ ജനറേഷൻ. യെസ്, ഇമാജിൻ എ TV remote where you never have to change your battery. So basically ഇതൊരു ഫോട്ടോവോൾട്ടൈക് സെല്ല് പോലെയാണ് ഇതിന്റെ പ്രയോജനം. Photovoltaic cell that can also store energy. Wow. That can be used indoors.
you don't have to take it out to the sun to charge. It can work on the very little light that we get through the windows. And it requires lesser material compared to a traditional solar cell and battery array. So it will be lightweight as well. Periodic table നോക്കുകയാണെങ്കിൽ bismuth is actually surrounded by toxic metals, heavy metals. ഈ ഹെവി മെറ്റൽസ് ലൈക്ക് ലിഥിയം അതൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്താൽ തന്നെ നമ്മളുടെ കാര്യം പോക്കാം. കൺസ്യൂം ചെയ്യാന്ന് പറഞ്ഞാൽ അത് അടുത്തുള്ളത് തന്നെ നമുക്ക് ഡേഞ്ചർ ആണ്. നേരെ മറിച്ച് ബിസ്മത്ത് ക്യാൻ ബി ആക്ച്വലി കൺസ്യൂംഡ് ഈവൻ ദോ ഇറ്റ്സ് ഹെവി മെറ്റൽ. യെസ്, അതിന് വളരെ ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഉള്ളത്. അതുകൊണ്ട് വർക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഈ മെറ്റലിന്. സോ ഫാർ ഇതിന്റെ കമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസ് വളരെ കുറവായിരുന്നു. ഇതിപ്പോ റീസെന്റ് ആയി നടന്നിട്ടുള്ള സ്റ്റഡിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. സോ ഈ ടെക്നോളജി എങ്കിലും സക്സസ് ആയാൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ ഒട്ടും ഭാവവും മാറും. അതിന് യാതൊരു സംശയവും. ഇത്രയും വർഷം കഴിഞ്ഞ ഒരു ബിഗസ്റ്റ് സ്റ്റെപ്പ് ഐ തിങ്ക്. ഒബ്വിയസ്ലി യാതൊരു സംശയമില്ല. ബാറ്ററി ടെക്നോളജി മാത്രമല്ല, ഫോട്ടോവോൾട്ടേക് ടെക്നോളജിയിലും ഇത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉപയോഗിക്കുന്ന ഈ സിലിക്കൺ ആയാലും ലിഥിയം ആയാലും ഒക്കെ ഇതൊന്നും ഈസിലി റിപ്ലനിഷബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ല. അതെ, ഈ ഈസിലി റിപ്ലനിഷബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലാതിരുന്നിട്ട് പോലും ബിസ്മത്തും എന്തുകൊണ്ടാണ് മറ്റേതിനേക്കാൾ വയബിൾ ആയിരിക്കും പറയുന്നതെന്ന് പറഞ്ഞാൽ മറ്റേത് ഉപയോഗിക്കുന്ന അത്ര ക്വാണ്ടിറ്റി ബിസ്മത്ത് ഇതിനൊന്നിനും ആവശ്യമില്ല എന്നുള്ളതാണ്. സെക്കൻഡ് ഡെവലപ്മെന്റ് ഈ ഫീൽഡിൽ വന്നിട്ടുള്ള എന്താന്ന് പറഞ്ഞാൽ ഇത് ബേസ് ചെയ്തിട്ടുള്ള സെമി കണ്ടക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇഫ് വി സ്വിച്ച് ഫ്രം ദ കറണ്ട് സിലിക്കൺ ടു ബിസ്മത്ത്, പിന്നെ നമ്മളുടെ ചുറ്റും കാണുന്ന ഈ ടെക്നോളജി എല്ലാം മാറിപ്പോകും. വേസ്റ്റേജ് കുറയും, ഡംപിങ് കുറയും. ഇത് ലാൻഡ് ഫില്ലിൽ പോയി വെച്ചാലും കുഴപ്പമില്ല, കാരണം ഇത് നോൺ ടോക്സിക് ആണ്. നോൺ ടോക്സിക് ആയിട്ടുള്ള സാധനം ഭൂമിയിലേക്ക് അലിഞ്ഞു ചേർന്നാൽ യാതൊരു കംപ്ലൈന്റും ഇല്ല. This is actually called the green element just because of this aspect. ഇതിന്റെ ആക്ച്വലി ഒരു മാനുഫാക്ചറിങ് വീഡിയോ ഇവർ ഇട്ടിട്ടുണ്ട്. ആ മോനെ നീ കണ്ടു നോക്കിയിട്ടുണ്ടോ? എൻ്റെ മോനെ, ആക്ച്വലി ഇറ്റ്സ് മെസ്മറൈസിങ്. എർത്ത് നിന്ന് കിട്ടുമ്പോൾ ഒരു സിൽവർ പോലെയോ സിൽവർ മെറ്റൽ പോലെ സംവാട്ട് സിമിലർ ഐഡന്റിക്കൽ ആയിട്ടിരിക്കും. ബട്ട് വൺസ് ഇതിന് മെൽറ്റിംഗ് പോയിന്റ് അടക്കുമ്പോൾ വളരെ കുറവാണ്. 200 ഡിഗ്രി സെൽഷ്യസ് എത്രയോ ആവശ്യമുള്ളൂ. സോ ആ ടെമ്പറേച്ചർ എത്തിയ ഉടനെ ഇത് വെള്ളം പോലെ അങ്ങനെ മെൽട്ടായി പോകും. മെൽട്ടായിട്ട് അതിൻ്റെ ഇമ്പ്യൂരിറ്റീസ് ഒന്ന് മാറ്റി കഴിഞ്ഞിട്ട് ഒന്ന് കൂൾ ഡൗൺ ചെയ്താണ്ടല്ലോ, അത് തന്നെ സ്ട്രക്ചേഴ്സ് ഫോം ആവും അതിൻ്റെ ഉള്ളിൽ. നമ്മളൊന്നും ഒരു മൗൾഡ് യൂസ് ചെയ്യേ ഇല്ല, ഒന്നും യൂസ് ചെയ്യാൻ ആവശ്യമില്ല. തനിയെ ഒരു സോ ഇത് ആ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഫോം ആയ ശേഷം നമ്മളതിങ്ങനെ എടുത്ത് കാണുമ്പോൾ ഇതേതോ ഒരു പണ്ടത്തെ കാലത്ത് ഒരു മെസപ്പൊട്ടേമിയൻ ഏരിയയിൽ ഉണ്ടാകുന്ന സമയത്ത് സ്റ്റെപ്സ് പോലെ ഒരു കുഴി പോലെയുള്ള ഒരു ഫോർമേഷൻസും അങ്ങനെയൊക്കെ കാണുന്നത്. ഇറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. അതിന്റെ റൂയിൻസിന്റെ പോലെ. എക്സാക്ട്ലി.